ഏജിങ് മെത്തേഡ്സിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെറ്റിനോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. അപ്പൊ റെറ്റിനോൾ ഉൾപ്പെടുത്താൻ പറയുമ്പോൾ ഞാൻ ആക്ച്വലി 3 കാര്യമേ നിങ്ങളോട് എല്ലാ ആൾക്കാരോടും ഞാൻ 3 കാര്യമേ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറയത്തുള്ളൂ. അത് ഒന്നാണ് റെറ്റിനോൾ, 2 സൺസ്ക്രീൻ, 3 മോയ്സ്ചറൈസർ. നിങ്ങളിപ്പോ ഒരുപാടധികം കെമിക്കൽസ്, ഒരുപാടധികം ക്രീംസ് ഒക്കെ ചെന്നിട്ട് നിങ്ങൾ ഒരുപാടധികം പൈസക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 കമ്പണീസ് നിങ്ങൾ യൂസ് ചെയ്താൽ, 1 റെറ്റിനോൾ, 1 മോയ്സ്ചറൈസർ, 3 സൺസ്ക്രീൻ. ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ യുവത്വം നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പൊ റെറ്റിനോൾ ആക്ച്വലി എന്താണ്? റെറ്റിനോൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, അതായത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഏജിങ് നമുക്ക് ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ സ്കിന്നിന്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജനും എലാസ്റ്റിനും കൊണ്ടാണ്. അപ്പൊ ഈ കൊളാജൻ എന്നും ഇലാസ്റ്റിൻ എന്ന് പറയുന്ന ഈ 2 കോമ്പൗണ്ട്സ് ആണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ്ചറും ഈ സ്കിന്നിന് നല്ലൊരു പ്ലംബി ലുക്കും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല റിജിഡിറ്റിയും കൊടുക്കുന്നത്. അപ്പൊ പ്രായമാകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാല് ഈ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും സ്ട്രക്ചറിന് വളരെയധികം വ്യത്യാസം വരും. ഈ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും സ്ട്രക്ചറിന് വ്യത്യാസം വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നല്ല രീതിക്ക് മാറ്റം വരും. ഈ ടെക്സ്ചറിന് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ലൂസ് ആവാൻ തുടങ്ങും, റിജിഡിറ്റി പോവും, പ്ലംബിനെസ് പോവും, ഫൈൻ ലൈൻസ് വരും, വ്രിങ്കിൾസ് വരും, ഓപ്പൺ പോൾസ് ഉണ്ടാവും. അപ്പോ ഈ റെറ്റിനോൾ എന്താണ് ചെയ്യുന്നത്? ഈ എലാസ്റ്റിനും കൊളാജനും ആക്ച്വലി പ്രായമാവും തോറും ഈ